ഹായ് ഫ്രണ്ട്സ്, ക്വിസ് വെബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്വിസ് വെബ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന വീഡിയോ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ്. ടെസ്റ്റ് എങ്ങനെ എടുക്കാം, ടെസ്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ക്വിസ് വെബ് എത്തിക്കുന്നത്. ഉറപ്പായും ടെസ്റ്റിനെ നേരിടാൻ പോകുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ട്രാക്ക്. ഈ ട്രാക്കിലാണ് നമ്മൾ എടുത്ത് കാണിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രാക്കിൽ കാണാൻ കഴിയുന്ന ആ ലൈൻ പ്രകാരമാണ് നമ്മൾ എടുത്ത് കാണിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്നും ഏതൊക്കെ ട്രാക്കിലൂടെയാണ് നമ്മൾ എടുക്കുമ്പോൾ സഞ്ചരിക്കേണ്ടതെന്നും എവിടെ വെച്ചാണ് അവസാനിപ്പിക്കേണ്ടതെന്നും നമുക്ക് ആ ലൈൻ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ട്രാക്ക് കാണുമ്പോൾ നമുക്കൊരു സംശയം വരാം, സ്വാഭാവികമാണ്. കാരണം നമ്മൾ സാധാരണയായി കണ്ടിട്ടുള്ള ട്രാക്കുകളെല്ലാം കമ്പികൾ നാട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കമ്പികൾക്ക് പകരം റെഡ് കളറിലുള്ള, ചുവന്ന കളറിലുള്ള ഈ ഡോട്ടുകളാണ് നമ്മൾ കമ്പികൾക്ക് പകരമായി സൂചിപ്പിക്കുന്നത്. കമ്പികൾ നാട്ടുന്ന അതേ സ്ഥാനങ്ങളിലാണ് ചുവന്ന ഡോട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ കാർ ഉപയോഗിച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനി വേണ്ടത് കാർ നമുക്ക് ട്രാക്കിലേക്ക് എടുക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. വാഹനം ട്രാക്കിൽ നിർത്തി നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിലെത്തിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിരിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മറക്കാതെ സീറ്റ് ബെൽറ്റ് ഇടുക. അതുപോലെ 2 സൈഡ് ഗ്ലാസും 2 സൈഡ് മിററും നിങ്ങൾ ബാക്ക് സൈഡ് നല്ല രീതിയിൽ കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫസ്റ്റ് ഗിയറിലേക്കിട്ട് കാറ് മുന്നോട്ട് മൂവ് ചെയ്യുക. കാറ് മൂവായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാക്കിൻ്റെ ഒത്ത നടുവിലൂടെ തന്നെ നമ്മൾ കാറ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ ചാരാതെ കറക്റ്റ് സെൻറ്ററിലൂടെ കൊണ്ടുപോയി ട്രാക്കിൻ്റെ പുറത്തോട്ട് നിർത്തുക. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ട്രാക്കിന് പുറത്തോട്ട് കാറ് ഇറക്കി നിർത്തുക. ഇനി റിവേഴ്സ് എടുത്ത് അടുത്ത ട്രാക്കിലേക്ക് എങ്ങനെ കയറാമെന്ന് നോക്കാം. അതിന് റിവേഴ്സ് ഗിയറിലോട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് മെല്ലെ പിറകോട്ടെടുക്കുക. ട്രാക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് കാർ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനോ ഓടിക്കാനോ ഒന്നും ആവശ്യമില്ല. കാറ് മെല്ലെ പിന്നോട്ടെടുക്കുക. കാർ റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിൽ കാണുന്ന 2 കമ്പിയുടെ ഒരു 2 അടി അകലം എത്തുമ്പോൾ നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്യണം. സൈഡ് മിററിൽ നോക്കി കമ്പിയും വണ്ടിയുടെ ബാക്ക് സൈഡും തമ്മിലുള്ള അകലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് സ്റ്റിയറിംഗ് 2 റൗണ്ട് ഫുള്ളായി വലത്തോട്ട് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം മെല്ലെ കാർ റിവേഴ്സ് എടുത്ത് അടുത്ത ട്രാക്കിലേക്ക് കയറുക. ഇതേസമയം കാറിൻ്റെ സൈഡ് മിറർ നമ്മുടെ 2 ഭാഗത്തായി കാണുന്ന കമ്പിക്ക് നേരെ എത്തിയാൽ സ്റ്റിയറിംഗ് സ്റ്റഡി ചെയ്യുക. കാർ സ്റ്റഡിയായോ എന്ന് ഉറപ്പിക്കാൻ മുമ്പിൽ കാണുന്ന 2 കമ്പി നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് മെല്ലെ പുറകോട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ ബാക്കിൽ കാണുന്ന 2 കമ്പി 2 ഫീറ്റ് 2 അടി ഗ്യാപ്പ് ഇട്ട് ബ്രേക്ക് ചവിട്ടുക. സൈഡ് മിററിൽ നോക്കി കമ്പിയും വണ്ടിയും തമ്മിലുള്ള അകലം മനസ്സിലാക്കുക. ശേഷം സ്റ്റിയറിംഗ് ഇടത്തോട്ട് 2 റൗണ്ട് തിരിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം മെല്ലെ പതുക്കെ പുറകോട്ടെടുക്കുക. പുറകോട്ടെടുക്കുമ്പോൾ സൈഡ് മിററിൽ നോക്കി കമ്പിൽ തട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ട്രാക്കിലേക്ക് വണ്ടി മുഴുവനായി കയറിയതിന് ശേഷം സ്റ്റഡിയാക്കുക. സ്റ്റഡിയാക്കുന്നത് മുന്നിൽ കാണുന്ന 2 കമ്പിയിൽ നോക്കിയിട്ടായിരിക്കണം. മുന്നിൽ കാണുന്ന ആ 2 കമ്പിയിൽ നോക്കിയാൽ കാറ് ട്രാക്കിൻ്റെ നടുവിലാണോ അല്ലോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അതേ ഗിയറിൽ കാറ് മെല്ലെ പുറകോട്ടെടുത്ത് ട്രാക്കിന് പുറത്തേക്ക് എത്തിക്കുക. പിന്നീട് ഗിയർ ഫസ്റ്റിലേക്കിട്ട് മുന്നോട്ടെടുക്കുക. മുന്നോട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ട്രാക്കിൻ്റെ നടുവിലൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ട്രാക്കിൻ്റെ നടുവിലൂടെ കൊണ്ടുപോയി കാറ് ട്രാക്കിന് പുറത്തേക്ക് എത്തിക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ. അത് കഴിഞ്ഞ് ഗിയർ റിവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യുക. ശേഷം കാർ പതുക്കെ പുറകോട്ടെടുക്കുക. പുറകോട്ടെടുക്കുമ്പോൾ ട്രാക്കിൻ്റെ നടുവിലൂടെ തന്നെ പുറകോട്ടെടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടത് പുറകിൽ കാണുന്ന ആ 2 കമ്പികളാണ്. പിറകിൽ കാണുന്ന ആ 2 കമ്പികളിൽ നിന്ന് 2 അടി അകലം പാലിച്ച് കാർ ബ്രേക്ക് ചെയ്യുക. പിന്നീട് സ്റ്റിയറിംഗ് 2 റൗണ്ട് ഇടത്തോട്ട് തിരിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം പതുക്കെ റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുക്കുമ്പോൾ സൈഡ് മിററിൽ നോക്കി കമ്പികൾ തട്ടില്ലെന്ന് ഉറപ്പ് വരുത്തി റിവേഴ്സ് എടുക്കണം.
മാത്രമല്ല കാറിൻ്റെ സൈഡ് മിറർ മുമ്പ് പറഞ്ഞതുപോലെ ആ കാണുന്ന 2 കമ്പികൾക്ക് നേരെ എത്തുമ്പോൾ ബ്രേക്ക് ചെയ്യണം. മുമ്പിൽ കാണുന്ന ആ 2 കമ്പി നോക്കി കാർ ട്രാക്കിൻ്റെ നടുവിലാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അത് കഴിഞ്ഞ് സൈഡ് മിറർ നോക്കി കാർ പതുക്കെ റിവേഴ്സ് എടുത്ത് പിന്നിൽ കാണുന്ന കമ്പിയുടെ 2 ഫീറ്റ് അകലത്തിൽ നിർത്തുക. പുറകിൽ കാണുന്ന ഈ 2 കമ്പിയിൽ നിന്ന് നമ്മൾ പാലിക്കുന്ന 2 ഫീറ്റ് അകലം, 2 അടി അകലം നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴും കാർ ട്രാക്കിൻ്റെ നടുവിലാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. നാം 2 അടി അകലം പാലിക്കാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിന് കാരണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാം നെക്സ്റ്റ് ട്രാക്കിലേക്ക് റിവേഴ്സിൽ കയറുമ്പോൾ ട്രാക്കിൻ്റെ ഒരു വശത്തേക്ക് ചാരാനോ അല്ലെങ്കിൽ കമ്പിയിൽ തട്ടാനോ സാധ്യത വളരെ കൂടുതലാണ്. ഇത് എച്ച് ടെസ്റ്റ് നമുക്ക് വളരെ സുഗമമായി പൂർത്തീകരിക്കുന്നതിന് പ്രയാസമുണ്ടാക്കും. ഇനി പതുക്കെ റിവേഴ്സ് എടുത്ത് കമ്പിൽ നിന്ന് അകലം പാലിച്ച് 2 അടി അകലം പാലിച്ച് ബ്രേക്ക് ചെയ്യുക. ശേഷം സ്റ്റിയറിംഗ് വലത്തോട്ട് മുഴുവനായി 2 റൗണ്ട് തിരിച്ച് ലോക്ക് ചെയ്ത് വെച്ച് പതുക്കെ റിവേഴ്സ് എടുക്കുക. കമ്പിൽ നിന്ന് നമ്മളെടുത്ത അകലം കറക്റ്റാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് കയറുമ്പോൾ ആ ട്രാക്കിൻ്റെ ഒത്ത സെൻറ്ററിലായിരിക്കും നമ്മുടെ കാർ ചെന്ന് നിൽക്കുക. ഏതൊരു ട്രാക്കിലേക്ക് കയറുമ്പോഴും ഈ ഒരു പൊസിഷനിൽ കാർ നിർത്തിയാൽ മുമ്പിലത്തെ കമ്പി നോക്കി കാർ ട്രാക്കിൻ്റെ നടുവിലാണെന്ന് ഉറപ്പ് വരുത്തണം. ഇനി മെല്ലെ റിവേഴ്സ് എടുത്ത് കാർ ട്രാക്കിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവരിക. ഇത്രയും ചെയ്താൽ നമ്മൾ എച്ച് ടെസ്റ്റ് സുഗമമായി പാസ്സാവുന്നതായിരിക്കും. ഇത്രയുമാണ് എച്ച് ടെസ്റ്റ് എടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്പർ 1, ഡ്രൈവ് ചെയ്യുമ്പോൾ ട്രാക്കിൻ്റെ നടുവിലൂടെ മാത്രം ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്പർ 2, റിവേഴ്സ് ഗിയറിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് കയറുമ്പോൾ നമ്മൾ പാലിക്കുന്ന 2 അടി അകലം കറക്റ്റായി പാലിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന ആ കമ്പികളാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഈ കമ്പികളിൽ നിന്ന് 2 അടി അകലത്തിൽ വാഹനം എത്തുമ്പോൾ സ്റ്റിയറിംഗ് 2 റൗണ്ട് മുഴുവനായി തിരിച്ച് റിവേഴ്സ് വന്നാൽ മാത്രമേ നെക്സ്റ്റ് ട്രാക്കിലേക്ക് റിവേഴ്സിൽ നമുക്ക് സുഗമമായി കയറാൻ പറ്റുകയുള്ളൂ. നമ്പർ 3, സൈഡ് മിററിൽ നോക്കി കാറും കമ്പിയും തമ്മിലുള്ള അകലം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് എച്ച് ടെസ്റ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എച്ച് ടെസ്റ്റ് എടുക്കുന്നതിന് പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗ്ഗമാണിത്. എച്ച് ക്ലാസ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.